ഹലോ, അപ്പോൾ ആഡ് പിഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് നല്ല തേങ്ങാക്കൊത്തും കറിവേപ്പിലയൊക്കെ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്ത നല്ലൊരു അടിപൊളി ബീൻസ് മെഴുക്കുവരട്ടിയാണ്. ഈ ഒരു മെഴുക്കുവരട്ടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു പ്രത്യേക രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടാണ്. അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഒട്ടും തന്നെ വെള്ളം ആഡ് ചെയ്യാതെ തന്നെ നല്ല അടിപൊളി മെഴുക്കുവരട്ടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. ഞാനിവിടെ ഒരു 1/4 കിലോ ബീൻസ് ശരിക്കും ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് അതിൻ്റെ സൈഡിലുള്ള നാരുകളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിനി ഒന്ന് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബീൻസ് എടുത്തിട്ട് അതിൻ്റെ സൈഡിലൂടെ ആ ഒരു നാര് പോവില്ലേ, അതിലൂടെ സ്ട്രെയിറ്റ് ആയിട്ട് ഈ ഒരു ബീൻസിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യണം. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ബീൻസ് അരിഞ്ഞിട്ട് മെഴുക്കുവരട്ടിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും ബീൻസ് ഒക്കെ നല്ല ടെൻഡർ ആയിട്ടുള്ള, അതായത് അധികം മൂക്കാത്ത ബീൻസ് യൂസ് ചെയ്യുമ്പോഴാണ് മെഴുക്കുവരട്ടിക്കായാലും തോരനായാലും ടേസ്റ്റ് കൂടുതൽ. പക്ഷെ നമുക്ക് അത് എപ്പോഴും കിട്ടണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ബീൻസ് എപ്പോൾ കൈ കിട്ടിയാലും മൂത്തതായാലും മൂക്കാത്തതായാലും ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ മെഴുക്കുവരട്ടിക്ക് കുറച്ച് ടേസ്റ്റ് കൂടുതലായിരിക്കും. അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഉപ്പും മുളകൊക്കെ ശരിക്കും പിടിച്ച് നല്ലൊരു ടേസ്റ്റായിട്ട് മാറും. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്ത് ഞാൻ ഇതേവരെ ആരും ബീൻസ് മെഴുക്കുവരട്ടി ഉണ്ടാക്കിയെടുക്കുന്നത് കണ്ടിട്ടില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഐഡിയ അല്ല, എൻ്റെ വല്യമ്മച്ചിയുടെ ഐഡിയ ആണ്. വല്യമ്മച്ചി എപ്പോഴും മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്ന സമയത്ത് ബീൻസ് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീൻസ് അരിയുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇങ്ങനെ നമ്മൾ നടുവേ കട്ട് ചെയ്തെടുത്ത ബീൻസ് ഒരു 5-8 ഒരുമിച്ച് വെച്ചതിന് ശേഷം ബീൻസ് മെഴുക്കുവരട്ടിക്ക് വേണ്ട സ്റ്റൈലിൽ നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ചും കൂടി ഒരു നീളത്തിലാണ് ബീൻസ് മെഴുക്കുവരട്ടിക്ക് വേണ്ടി കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു നീളത്തിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ള നമ്മുടെ ബീൻസ് എല്ലാം ഒന്ന് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം. ഇനി നിങ്ങൾക്ക് ബീൻസ് മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പൊക്കെ പോകുന്നു തോന്നുന്നവരാണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യണ്ട കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന മെത്തേഡ് മാത്രം ഫോളോ ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന 1/2 കിലോ ബീൻസും ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ ഒരു പാൻ വെച്ച് കൊടുത്ത് ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബീൻസ് മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനകത്ത് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണേ. ഈ ഒരു എണ്ണ ചൂടായി കഴിയുമ്പം നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇവിടെ കടുക് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്തോട്ട് ചെറുതാക്കി അരിഞ്ഞ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഞങ്ങൾ പാലാ കോട്ടയം സൈഡിലോട്ടുള്ളവർക്ക് ഈ ഒരു തേങ്ങാക്കൊത്ത് ഇല്ലാത്ത ബീൻസ് മെഴുക്കുവരട്ടി ഇല്ല, അതുകൊണ്ടാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ബീൻസ് മെഴുക്കുവരട്ടിയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തേങ്ങാക്കൊത്ത് കിട്ടുന്നത് വളരെ ടേസ്റ്റിയാണ്. ഈ ഒരു തേങ്ങാക്കൊത്തിൻ്റെ കൂടെ തന്നെ നമുക്കിനി കുറച്ച് കൂടുതൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 തണ്ട് കറിവേപ്പില മുഴുവൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു കറിവേപ്പില ഒന്ന് അടർത്തിയതിന് ശേഷം നമുക്കൊന്ന് 2ആയിട്ട് മുറിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഇനി ഈ കറിവേപ്പിലയും തേങ്ങാക്കൊത്തും നമുക്ക് ആ ഒരു വെളിച്ചെണ്ണയിൽ ഒരു 2 മിനിറ്റ് ശരിക്കും ഒന്ന് വഴറ്റി കൊടുക്കാം. ഇവിടെ ആ ഒരു തേങ്ങാക്കൊത്തിന് ബ്രൗൺ കളറൊന്നും ആവേണ്ട കാര്യമില്ല. നമ്മളിത് ബീൻസ് ഇട്ടതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ കിടന്ന് ഈ ഒരു തേങ്ങാക്കൊത്ത് കുറച്ചും കൂടി ഒരു ബ്രൗണിഷ് കളറാകും. അതുകൊണ്ട് ഈ ഒരു സമയത്ത് തേങ്ങാക്കൊത്ത് ഒത്തിരി അങ്ങ് കളർ മാറേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്തോട്ട് ചെറുതാക്കി അരിഞ്ഞ സവോളയോ ഉള്ളിയോ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു കാര്യം പറയാൻ മറന്നു, ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കപ്പോൾ അവിടെ നോക്കിയാൽ കറക്റ്റ് അളവുകൾ മനസ്സിലാകും. ഇനി ഇതിനകത്തോട്ട് ചെറുതാക്കി അരിഞ്ഞ ഒരു മീഡിയം സൈസിലുള്ള സവോള ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഇനിയിപ്പം ഉള്ളിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു ഉള്ളീനെ ഒരു 4ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് ഇട്ടാൽ മതി. അത് ചെറുതാക്കി അരിയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ചെറിയ ഉള്ളിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഒരു 8 തൊട്ട് 10 യൂസ് ചെയ്തോളെ. കൊച്ചുള്ളി യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടിക്ക് കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ യൂസ് ചെയ്യാത്തത്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാനൊരു 8 തൊട്ടിട്ട് 9 പച്ചമുളക് നടുവേ കീറിയതാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചൊരു എരിവ് മുമ്പോട്ട് നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കൂടുതൽ പച്ചമുളക് യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ഉപ്പിട്ടതിന് ശേഷം ഈ ഒരു സവോളയും പച്ചമുളകും തേങ്ങാക്കൊത്തും കറിവേപ്പിലയും എല്ലാം കൂടി ശരിക്കും ഒന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെ വഴറ്റിയെടുക്കുന്ന സമയത്ത് ആ ഒരു സവോളയിലെ വെള്ളമില്ലേ, ആ വെള്ളം മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുത്താൽ മതി. അതേപോലെ തന്നെ ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ ആ ഒരു നീളത്തിലരിഞ്ഞ പച്ചമുളക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമുക്ക് അമർത്തി കൊടുത്തിട്ട് അതിനകത്തെ എരിവ് മുഴുവൻ ഈ ഒരു സവോളയിലോട്ട് ഇറങ്ങുന്നിടം വരെ ശരിക്കും ഒന്ന് വഴറ്റി കൊടുക്കണേ. ഞാൻ ഈ മെഴുക്കുവരട്ടിയിൽ ഗാർലിക് ചേർക്കാറില്ല. ഇനി നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ സവാള ഒരുവിധം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്, പക്ഷെ ഒത്തിരി ബ്രൗൺ കളറൊന്നും ആയിട്ടില്ല. പക്ഷെ ഇതിനകത്ത് വെള്ളമെല്ലാം ശരിക്കും ഒന്ന് പറ്റിയിട്ടുണ്ട്. ഇനി ഈ ബീൻസ് മെഴുക്കുവരട്ടിയിലോട്ട് വേണ്ട മസാലപ്പൊടികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾ ഫ്ലെയിം കുറച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം ശരിക്കും ഒന്ന് ഇളക്കിയതിന് ശേഷം 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുക്കാം. ഈ ഒരു ക്രഷ്ഡ് ചില്ലിയും മഞ്ഞൾപ്പൊടിയും ഒന്ന് മൂത്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ഒരു 2 മിനിറ്റോളം നിങ്ങൾ ഇതൊന്ന് വഴറ്റിയെടുത്തോളേ.
ഇനി നമുക്ക് ഈ വഴറ്റിയെടുത്തതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നമുക്ക് ആ ഒരു ചെറിയൊരു ബ്രൈറ്റ് കളറിന് വേണ്ടി മാത്രമാണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. അല്ലാതെ ഇത് മാൻഡേറ്ററി ഒന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വല്യമ്മച്ചിയൊക്കെ പച്ചമുളക് മാത്രം ഇട്ടിട്ടാണ് ഈ ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് മുളക് പൊടിയോട് താല്പര്യമില്ലെങ്കിൽ ഇവിടെ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ മസാല കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് ഇതിനകത്തോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുവാണേ. ഇപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടിയുടെ ബേസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്തിരുന്ന മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയുടെ ഒക്കെ പച്ചമണമൊക്കെ മാറി നല്ലവണ്ണം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ബീൻസ് കുറച്ചായിട്ട് ഇട്ടിട്ട് ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ ബീൻസ് 2 ബാച്ചായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനങ്ങനെ സാധാരണ 2 ബാച്ചായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഇതെല്ലാം മസാലയിൽ ശരിക്കും മിക്സായി വരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിനോട് താല്പര്യമില്ലെങ്കിൽ ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് ശരിക്കും ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഇതെല്ലാം ഞാൻ ശരിക്കും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. നമ്മളിവിടെ ബീൻസ് ശരിക്കും നടുവേ കീറിയതിന് ശേഷമാണ് ഈ ഒരു ബീൻസ് മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇതിനകത്ത് ഒട്ടും സെപ്പറേറ്റ് ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ആ ഒരു ബീൻസിനകത്ത് തന്നെയുള്ള വെള്ളം ഇറങ്ങിയിട്ടാണ് ഈ ഒരു ബീൻസ് മെഴുക്കുവരട്ടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മളങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അരിഞ്ഞെടുത്തിട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത് കൊണ്ട് ആ ഒരു ബീൻസിലുള്ള വെള്ളം പെട്ടെന്ന് തന്നെ ഇറങ്ങി ഈ ഒരു മെഴുക്കുവരട്ടിക്ക് ടേസ്റ്റ് കൂടും. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിന് ഒരു വെള്ളച്ചുവ വരും. അതുകൊണ്ടാണ് ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കരുതെന്ന് പറയുന്നത്. ഇതിങ്ങനെ അടച്ചു വെച്ച് വേവിക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണേ. ഇല്ലെങ്കിൽ ചിലപ്പം അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോഴൊരു 10 മിനിറ്റ് കഴിഞ്ഞു. ബീൻസിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും അതിനകത്ത് ചെറുതായിട്ട് വെള്ളവും ബീൻസിൻ്റെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്ന് വെച്ചിട്ട് ഒരു 5 തൊട്ട് 6 മിനിറ്റ് അതിനകത്തെ ആ ഒരു വെള്ളം ഡ്രൈ ആകുന്നിടം വരെ ഒന്ന് ശരിക്കും വഴട്ടിയെടുക്കണം. ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ആ ഒരു ബീൻസിൻ്റെ പച്ച കളർ മാറി വേറൊരു ലൈറ്റ് ഷെയ്ഡ് ആയിട്ടുണ്ടെന്ന്. എനിക്ക് സാധാരണ ബീൻസ് അല്ലെങ്കിൽ അച്ചിങ്ങ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്ന സമയത്ത് അത് കുറച്ച് കൂടുതൽ വെന്ത് പോകുന്നതും അതേപോലെ തന്നെ കുറച്ച് എരിവ് കൂടുതൽ മുമ്പോട്ട് നിൽക്കുന്നതുമാണ് എനിക്കിഷ്ടം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പച്ച കളർ മാറുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഇതിങ്ങനെ 10 മിനിറ്റ് കവർ ചെയ്ത് വേവിക്കുന്നതിന് പകരമായിട്ട് ഒരു 2 തൊട്ട് 3 മിനിറ്റ് കവർ ചെയ്ത് വേവിച്ചതിന് ശേഷം തുറന്നിട്ട് ആ ഒരു വെള്ളം വറ്റുന്നിടം വരെ പച്ച കളറൊന്നും മാറാതെ തന്നെ നിങ്ങളൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പോഴൊരു 4 തൊട്ട് 5 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ഇടയ്ക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തതിന് ശേഷമായിരുന്നു ഒന്ന് ഡ്രൈ ആക്കി എടുത്തത്. പക്ഷേ ഇപ്പോഴും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഇത് ഒത്തിരി ഡ്രൈ ആയിട്ടില്ല. പക്ഷേ അതിനകത്തുള്ള ആ ഒരു വെള്ളത്തിൻ്റെ ഇതൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടും ഇത് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആകും. അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഒത്തിരി ഡ്രൈ ആക്കി എടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മുടെ ബീൻസ് മെഴുക്കുവരട്ടിയുടെ 95% ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനകത്തോട്ട് ഒരു സ്റ്റെപ്പും കൂടിയുണ്ട്. അതും കൂടി കഴിഞ്ഞാലേ നമ്മുടെ ബീൻസ് മെഴുക്കുവരട്ടി റെഡിയാകുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് നമുക്കൊരു 2 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ബീൻസ് മെഴുക്കുവരട്ടി റെഡിയായി. ഇപ്പോഴൊരു 2 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിതിനി തുറന്നതിന് ശേഷം ശരിക്കും ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീൻസ് മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് വ്ളോഗിൻ്റെ ഡിന്നറിൽ കാണിച്ചേക്കുന്ന ആ ഒരു സെയിം റെസിപ്പിയാണിത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വ്ളോഗ് കണ്ടിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് വരുന്നിടം വരെ താങ്ക് യു.